ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യക്കുള്ള അധിക തീരുവ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ഓയിൽ, ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പിഴ തീരുവ എന്നതായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള തൻ്റെ നിശ്ചയദാർഢ്യം, അതിന് ഇന്ത്യ തടസ്സം നിൽക്കുന്നു, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇങ്ങനെ 100 മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ട്രംപിനുണ്ട്, ബിസിനസ് താല്പര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നത് വ്യക്തമായിരുന്നു. ഇന്ന് അത് കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയുടെ പ്രസ്താവനയോടുകൂടി. ഇത് മാത്രമല്ല, വാണിജ്യ കരാറിലേക്ക് എത്തുന്നതിൽ ഇന്ത്യ കാലതാമസം വരുത്തി, മറ്റ് പല കാര്യങ്ങളും കൂടി അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കലോ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ വാങ്ങുന്നതോ മാത്രമായിരുന്നില്ല ട്രംപിന്റെ പ്രശ്നം എന്നത് കൂടുതൽ വെളിവായിരിക്കുകയാണ്. കൃത്യമായി രേണുക, അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുറമേ പറയുന്ന കാരണമാണ് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം. അതല്ല യഥാർത്ഥ കാരണമെന്നും അമേരിക്ക യഥാർത്ഥത്തിൽ ന്യായമായും ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ, പ്രത്യേകിച്ച് കാർഷിക വിപണിയിൽ പ്രവേശിക്കാം എന്ന ഒരു ധാരണയിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വ്യാപാര ചർച്ചകളാണ് വഴിമുട്ടി നിന്നത്. അതുകൊണ്ട് ആ കാര്യം സൂചിപ്പിക്കാതെ അതൊരു ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവുന്നതല്ല. കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏതാണ്ട് 70% കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകമാണ്. തീർച്ചയായും അതിൽ മോദിയുടെ മറുപടിയിൽ വ്യക്തമായിരുന്നു, അത് വളരെ വ്യക്തമായി പറഞ്ഞു. അഹമ്മദാബാദിൽ വെച്ച് നരേന്ദ്രമോദി കൃത്യമായ നിലപാടെടുത്തു കഴിഞ്ഞ ആഴ്ച. ഇവിടെ കാർഷിക മേഖലയിൽ വൈദേശിക നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വൈദേശിക ഇടപെടലുകൾ അനുവദിക്കില്ല, ഇതൊരു നയമാണ്. അത് മുൻകൂട്ടി തന്നെ ഫാം ബിൽസിൻ്റെ കാര്യത്തിൽ തന്നെ ഗവൺമെൻറ് പിന്നോട്ട് പോയപ്പോൾ തന്നെ ഈ കർഷകരെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിയും ഏത് രീതിയിലുള്ള വ്യാപാരവും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നടക്കില്ല എന്ന ഒരു നയം. ഇവിടെ അമേരിക്കയുടെ ആത്യന്തിക ലക്ഷ്യം ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഓഫ് $47 ബില്യൺ. അപ്പോൾ $4700 കോടി ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി കുറച്ചുകൊണ്ട് വരാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട്സ് വർദ്ധിപ്പിക്കുക, അതുപോലെ ഇന്ത്യയിൽ നിന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ എക്സ്പോർട്ട്സ് അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വരിക. ആ ഒരു നയം നടപ്പാക്കാൻ ലഭിച്ച ഒരവസരം ട്രംപ് മുതലാക്കി. അതിന് പറയുന്ന കാരണം റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തന്നെയാണ്, പ്രത്യേകിച്ചും ഓയിൽ ബന്ധം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കൂ, റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഇവിടെ ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലുമൊക്കെയായി അമേരിക്കയിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് തീരുവ ബാധകമല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും രാസവളം ഇറക്കുമതി ചെയ്യുന്നു. ചൈന റഷ്യയിൽ നിന്നും വൻതോതിലാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. അവർക്കൊന്നും ബാധകമല്ലാത്ത ടാരിഫ് ഇന്ത്യക്ക് നേരെ അടിച്ചേൽപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധ. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം, ഈ ബ്രിഡ്ജിങ് ദി $47 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഗ്യാപ്പ്, അതൊന്ന്. രണ്ട്, ഭാരതത്തെ ഈ അൺലീഷ് ചെയ്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ സ്വദേശിവൽക്കരണം എന്ന നയം അത് ദീർഘകാല അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ വൻപൻ പദ്ധതികളെ അട്ടിമറിക്കും. ഇവിടെ സ്വദേശിവൽക്കരണം മിസൈൽ നിർമ്മാണത്തിലുണ്ടാകുന്നു, വിമാന നിർമ്മാണത്തിലുണ്ടാകുന്നു, ഘടക കാര്യങ്ങളുടെ നിർമ്മാണത്തിലുണ്ടാകുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ചും അതുപോലെ ആത്മനിർഭർ ഭാരത്, അതായത് സെൽഫ് റിലയൻസിന് ഊന്നൽ നൽകുന്ന ഭാരതത്തിൻ്റെ നയം, ഈ നയം ആത്യന്തികമായി അലോസരപ്പെടുത്തുന്നത് അമേരിക്കയെ തന്നെയാണ്. അതുകൊണ്ട് വിപണി മാത്രമല്ല ഇവിടെ വിഷയം. അതുകൊണ്ട് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഒരു മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഒരു GDP കുതിച്ചുയരാൻ അനുവാദം നൽകുകയൊക്കെ ചെയ്യുന്നത് ആത്യന്തികമായി അത്ര ഗുണകരമല്ല. തൽക്കാലം ചൈനയെ ചെക്ക്മേറ്റ് ചെയ്യാൻ ഇന്ത്യയെ ഉപയോഗിക്കാം എന്ന പദ്ധതി പാതി വഴിയിൽ ഷെൽവ് ചെയ്യുകയാണ്. അതാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സ്വല്പം ഉറക്കെ പറഞ്ഞത് അതാണ്, ഇന്ത്യയും ചൈനയും ഒരു കാലത്തും സൗഹൃദ രാജ്യങ്ങളാകാൻ നാച്ചുറൽ അലൈസ് അല്ല, നാച്ചുറൽ ഫ്രണ്ട്സ് അല്ല. ഇത് അധിക കാലം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, അതും ലോകത്തെ ഗുണപരമായ ഒരു ജനാധിപത്യ ക്രമമായ അമേരിക്കയും തമ്മിലുള്ള ഒരു പോരാട്ടം ഒരു കാരണവശാലും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ആരോഗ്യപരമല്ല. അതുമാത്രമല്ല, ഇന്ത്യയുടെ വളർന്നു വരുന്ന മിഡിൽ ക്ലാസ് മാർക്കറ്റ്, ഏതാണ്ട് 36 കോടി ജനങ്ങൾ ഇന്ത്യയുടെ സോളിഡ് മിഡിൽ ക്ലാസ് ആണ്. അവരാണ് ആത്യന്തികമായ കൺസ്യൂമേഴ്സ്, കാറുകൾ വാങ്ങേണ്ടത്, കൺസ്യൂമർ ഡ്യൂറബിൾസ് വാങ്ങേണ്ടത്. അവിടെ ഒരു വിപണി കണ്ടെത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ
പിന്നെ കാര്യമായ കച്ചവടം വേണ്ട എന്ന താൽക്കാലിക നിലപാട് അത് ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. എന്നാൽ സ്കോട്ട് ബെസന്റ് പറഞ്ഞതനുസരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രേഡ് നെഗോസിയേഷൻസ് പുനരാരംഭിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ട്രഷറി സെക്രട്ടറി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ബെസന്റുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകണം. നിർമ്മലിലേക്ക് ഞാൻ എത്താം. അതിനു മുൻപ് ഡോക്ടർ കെ